ബാപ്പു ചേണ്ടാ ഇവിടെ മുസ്തഫാഖാനെ മേടിക്കാം, കുറച്ച് സാധനം വാങ്ങാനോ. ഞാന് ബാപ്പുവാ. അവിടെ മാള് തുറന്നിട്ടുണ്ട്, അവിടേക്ക് പോരാ. അവിടെ വെച്ച് സാധനം വാങ്ങാൻ നല്ല ഓഫർ ഉണ്ട്. നമുക്ക് കയറി പോവാ. ഇടക്കിടക്ക് സാധനം വാങ്ങിയ നാളാ ഓന്റെ കച്ചവടം ഇപ്പൊ പോയി. എന്തേ പൈസരെ ഒരു സുർക്ക കുപ്പി അടിക്കണേ. സുർക്ക 10 ഉണ്ട് 20 ഉണ്ട്. ഏതാ വേണ്ടി? ചെറുത് മതി, 10 രൂപ. പൈസരെ വേറെത്തേണ്ടി? വേറെ വേണ്ടത് മതി. എല്ലാ പൈസരെ എത്തിച്ച് ഇന്നലെ കാട്ടിയേ. ആ ബാപ്പു ഇടക്കിടക്ക് വന്നുകാണ് കുറച്ച് സാധനം കൊണ്ടുപോയിന്. അതേപ്പറ്റി മാളില് ഓഫർ ഉണ്ട് പറഞ്ഞാൽ ഓനെ പിടിച്ചിക്കാണ് പറ്റി നല്ല കൊണ്ടുപോകെ. ആ എന്താ പുസ്തകങ്ങൾ അങ്ങനെ പറയണേ? മാളില് നല്ല ഓഫർ അല്ലേ, പൈസ കുറവുള്ളടത്തേക്കല്ലേ ആൾക്കാർ പോകുള്ളൂ. ഇപ്പൊ ഇജ്ജുമാണെങ്കിൽ പോയി വാങ്ങിക്കോ. ഇവിടുന്ന് സാധനം വാങ്ങുന്ന ആൾക്കാരെ കുറിച്ച് തിരിച്ചു കാണിച്ച് കൊട്ടാൻ നിൽക്കണ്ടല്ലോ. ഓർക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നിങ്ങൾ അതിനെന്തിനാ എതിർക്കണേ? ആയിക്കോട്ടെ, നിങ്ങക്ക് പെരുത്ത ലാഭം ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോളി. ഇതെന്തേ തക്കാളി ഒഴിവാക്ക? തക്കാളി ഒഴിവാക്കല്ലേ, തക്കാളി കുറെ ചീഞ്ഞേക്ക്. കച്ചവടമൊക്കെ കുറവാണ്. ആളുകളൊക്കെ മാളിലേക്കല്ലേ പോണ്ട്. അവിടെ നല്ല ഓഫറാന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്ത് ഓഫർ? ഇവിടെ പഞ്ചാരക്ക് എത്ര വില? ഇവിടെ പഞ്ചായർക്ക് 43. അവിടെ കയറി വന്ന് 41 അല്ലെങ്കിൽ 42. ഇതാണ് അവിടുത്തെ ഓഫർ. ഇപ്പൊ തക്കാളി 2 റുപ്യന്റെ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെയുള്ള സാധനത്തിന് 1 റുപ്യന്റെ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഇപ്പൊ അവിടുത്തെ ഓഫർ. ഇതിപ്പോ എണ്ണ കത്തിച്ച് ആണ്ട് പോണം, അതിനുള്ള ചെലവ് വേറെ. അപ്പൊ നഷ്ടല്ലേ ഈ പൊട്ടന്മാർക്ക് അറിയാം. അതെന്താ അറിയില്ല, ആൾക്കാരെ കാഴ്ചപ്പാടില് അതവിടെ വലിയ സംഭവമായിട്ടാണ് ആൾക്കാരെ കൊണ്ടെടുക്കേണ്ടത്. അതാണ് ഇപ്പൊ എല്ലാരും അങ്ങോട്ട് പോകുന്നത്. ഇത് കണ്ട റഷീദെ, പറ്റുബുക്ക്. ആൾക്കാര് സാധനം വാങ്ങി പോയ ബുക്കാണ് ഇപ്പത്. ആൾക്കാരത്തെ കൈക്കൽ കായ് ഉണ്ടാവുമ്പോ സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ മാള് പോയി ഓരും വാങ്ങും. ഇവിടെ അങ്ങനെ ഒരു ചെറിയ കട ഉണ്ട് എന്നുള്ളോ അങ്ങനെ ഒരു ചിന്തേനെ പോലെ മനസ്സിലുണ്ടാവില്ല. എനിക്ക് ഈ ബുക്ക് പിന്നെ ബാക്കിയാവും. ഇതാണ് കഥ. റഷീദെ, പൈസ ഇല്ലെങ്കിലും ഓൽക്ക് ഞാൻ സാധനം കൊടുക്കാറുണ്ട്. ചിലപ്പോ ഒരു സാധനം വാങ്ങാൻ വരും. അപ്പം വാങ്ങുമ്പോ അതിലൊരു 5 റുപ്യ 10 റുപ്യ കുറവും വരും. എന്നാലും സാധനം ഞാൻ കൊടുക്കാൻ നിൽക്കുന്നില്ല. പിന്നെ വലിയ പിരിവും കാര്യങ്ങളും ഒക്കെ വരും. അതും വേണ്ട ഞമ്മള് കൊടുക്കുക. അതിന്റെ കൊടുക്ക ഈ കജ്ജാട്ടലേര് വരും. ഓർക്കും വേണം ദിവസം ഒരു 4-5 ആൾക്കാർ വരും. ഓർക്കും വേണം എന്തെങ്കിലും കൊടുക്കുക. ഇതൊക്കെ ഇപ്പൊ ദീമന്ന് കിട്ടിയിട്ട് വേണ്ടേ? ഡേറ്റ് ഇപ്പൊ 10-ാം തീയതിയില്ലേ? 2-ാം തീയതി നമ്മൾ വാടക സാധാരണ തരുന്നത്. കച്ചവടം വളരെ കുറവാണ്. ഒന്നും കൂടി സബൂർ ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് തരാം. കച്ചവടം ഉണ്ടോ ഇല്ലെന്ന് അറിയേണ്ട ആവശ്യമില്ല, വാടക കൃത്യമായിട്ട് കിട്ടണം. അവിടെ നിക്കിട്ടാ, മുട്ടായി തരട്ടാ. അപ്പപ്പാ അവിടെ നിക്കി. ഇത് നിന്നോളിട്ടാ, കച്ചവടമൊക്കെ കുറവാണ് ട്ടാ. പൈസലേ സുഖായ? 1-2 മാസമൊക്കെ ആയില്ലേ? നടക്കാനൊക്കെ എപ്പത്താ മട്ടം? ഡോക്ടർ ഇങ്ങനെ ചെറുതായിട്ടേ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാളെ മുതൽ തെറാപ്പി ചെയ്യല് തുടങ്ങണം. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ 2-3 മാസമായിട്ട് ഇപ്പൊ പെരിയ കുത്തിർക്കഴിഞ്ഞല്ല, ഇപ്പൊ കാലിന് സുഖമില്ലാതെ. അപ്പൊ ഉള്ള പൈസ ഒക്കെ ആശുപത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ്. അപ്പൊ പെരിയക്ക് കുറച്ച് അരിയും സാധനമൊക്കെ നിങ്ങൾ തരുന്നു. ഞാൻ കയ്യില് പൈസ കിട്ടുമ്പോ നിങ്ങൾ കൊടുന്നരാ. അതെന്താ പൈസ അങ്ങനെ പറയണേ? എനിക്ക് അതിന് മുമ്പ് സാധനം തന്നിട്ടില്ലേ? സംഗതി ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്. അത് ഇജ്ജ് നോക്കണ്ട. അനക്ക് എന്താ വേണ്ടിച്ച് കൊണ്ടുപോയിക്കോ. നമ്മളെ നാട്ടിലെ കച്ചവടം എന്ന് വെച്ചാല് ബിസിനസ് മാത്രല്ല, ഒരു സേവനം കൂടിയാണ്. ആ സേവനം ഞങ്ങളെ പോലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. നമ്മളെ മുന്നിൽ വരണ്ടേ നമ്മളെ നാട്ടുകാരും അയൽവാസികളൊക്കെ. ഓരോടങ്ങനെ കീർത്തിച്ചു കണ്ട് കായ് ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റൂല. അനക്ക് എന്താ മേടിച്ചിങ്ങ് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. കായ് എന്റെ കൈക്ക് കിട്ടുന്ന കാര്യത്തിൽ തന്നാൽ മതി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മളെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ വലിയ മാളിലും സൂപ്പർ മാർക്കറ്റിലും സാധനങ്ങൾ വാങ്ങും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ നാട്ടിലും അടുത്തുള്ള കച്ചവടക്കാരൊക്കെ നമുക്ക് ഉപകാരത്തിന് ഉണ്ടാവുള്ളൂ. മാളുകളുടെ ചെറിയ ഓഫറുകളുടെയും കൂട്ടിയിട്ട് വിൽപ്പനയുടെയും പിറകെ പോകുന്നവർ ഒന്നറിയുക, ഗ്രാമങ്ങളിലെയും ചെറിയ അങ്ങാടികളിലെയും ഇതുപോലെയുള്ള ചെറുകിട കച്ചവടത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഒരുപക്ഷെ അവരായിരിക്കും നമുക്ക് അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുക.